നമസ്കാരം. ഇസ്രായേൽ സ്വദേശികളായ രോഗികളെ ചികിത്സിക്കാൻ വിസമ്മതിച്ച് ഓസ്ട്രേലിയയിലെ നഴ്സുമാർ രംഗത്തെത്തിയത് ഇപ്പോൾ ലോകമെമ്പാടും ചർച്ച ചെയ്യുന്ന വാർത്തയായി മാറുന്നു. ബാങ്സ്റ്റൺ ആശുപത്രിയിൽ നഴ്സുമാരായ അഹമ്മദ് റഷാദ് നാദർ, സാറ അബു ലബ്ദെ എന്നിവരാണ് ചികിത്സിക്കാൻ വിസമ്മതിച്ചത്. സംഭവം പുറത്തറിഞ്ഞതോടെ ഇവരെ ആശുപത്രിയിൽ നിന്നും സസ്പെൻഡ് ചെയ്യുകയായിരുന്നു ഉണ്ടായിരുന്നത്. വികാരഭരിതമായി ഈ നഴ്സുകൾ കൈകാര്യം ചെയ്യാൻ പാടില്ലായിരുന്നുവെന്നാണ് പറയുന്നത്. സംഭവമൊക്കെ ശരിയാണ്. ഇസ്രായേൽ ഹമാസിനോടും ഫലസ്തീനുകാരോടും ഒക്കെ ചെയ്തത് ഒരിക്കലും പൊറുക്കാൻ പറ്റാത്ത തെറ്റ് തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചികിത്സ തേടി വന്ന ഒരു വ്യക്തിയെ തഴയുന്നത് തന്റെ കർമ്മത്തിന് അതിലുള്ള കാര്യമല്ല എന്ന് പറയുന്നു. ഒരു നഴ്സ് എന്ന നിലയിൽ ജീവൻ രക്ഷിക്കാൻ സഹായിക്കുക എന്നതാണ് തന്റെ കർമ്മമെന്നും അത് ചെയ്യാത്ത പക്ഷം അത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണെന്നും പറയുന്നു. കഴിഞ്ഞ ദിവസമായിരുന്നു ഈ സംഭവം. ഇസ്രായേൽ രോഗികളെ പരിചരിക്കാനുള്ള അനിഷ്ടം പ്രകടമാക്കി ഇരുവരും ചേർന്ന് തയ്യാറാക്കിയ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഈ സംഭവം പുറത്തറിഞ്ഞത്. ഇസ്രായേലിൽ നിന്നുള്ള രോഗികളെ എങ്ങനെ നരകത്തിലേക്ക് എത്തിക്കാമെന്നാണ് ആലോചിക്കുന്നതെന്ന് നഴ്സുമാരിൽ ഒരാൾ പറയുന്നത് വീഡിയോയിൽ കാണാം. ഞാൻ ഒരിക്കലും അവരെ പരിചരിക്കില്ല, മറിച്ച് കൊല്ലുമെന്നാണ് രണ്ടാമത്തെ നഴ്സ് വീഡിയോയിൽ പറയുന്നത്. സംഭവം വലിയ വിവാദമായതോടെ ആശുപത്രി അധികൃതർ ഇവർക്കെതിരെ നടപടി എടുത്തേ മതിയാകൂ എന്നുള്ള ഒരു സമയമായപ്പോഴായിരുന്നു ഇവർ നടപടി സ്വീകരിക്കാനെടുത്ത സമയവും എടുത്തത്. അതേസമയം ഇസ്രായേൽ സ്വദേശികളെ ചികിത്സിക്കാൻ വിസമ്മതിച്ച നഴ്സുമാരെ പിന്തുണച്ച ഇസ്ലാമിക സംഘടനകൾ കൂട്ടത്തോടെ രംഗത്തെത്തുന്നുണ്ട്. നഴ്സുമാർക്കെതിരെ നടപടി സ്വീകരിച്ചതിൽ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസിനെ വിമർശിച്ച് പ്രതിപക്ഷ നേതാവ് പീറ്റർ ടറ്റനും ന്യൂ സൗത്ത് വേൾസിലെ പ്രീമിയർ ക്രിസ് മിൻസും രംഗത്ത് വന്നിട്ടുണ്ട്. സർക്കാരിന്റെ നടപടിയെ അപലപിക്കുന്നുവെന്നും അതുപോലെ തന്നെ നാണക്കേടുണ്ടാക്കുന്നതാണെന്നും ഇവർ പറഞ്ഞു. ഏകദേശം 50ഓളം ഇസ്ലാമിക സംഘടനകളാണ് ഇവരെ പിന്തുണച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത്. എന്നാൽ നഴ്സുമാരെ പിന്തുണയ്ക്കുന്ന ഇസ്ലാമിക സംഘടനകൾക്കെതിരെയും വ്യാപക വിമർശനമാണ് ഉയരുന്നത്. നഴ്സുമാരെ പിന്തുണയ്ക്കുന്നവരുടെ മാനസിക നില പരിശോധിക്കണമെന്നാണ് ഇവരുടെ വിമർശനം. ഹമാസ് ഇസ്രായേൽ യുദ്ധം ആരംഭിച്ചിട്ട് 500 ദിവസങ്ങൾ പിന്നിടുകയാണ്. 2023 ഒക്ടോബർ 7 ഹമാസ് തെക്കൻ ഇസ്രായേലിലേക്ക് ഇരച്ചു കയറി സമാനതകളില്ലാത്ത ക്രൂരതകൾക്ക് തുടക്കം കുറിച്ചത്. നിലവിൽ 1 മാസത്തോളമായി തന്നെ ഗാസ മുനമ്പിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എന്നാൽ നിലവിലെ വെടിനിർത്തൽ കരാറിന്റെ കാലാവധി മാർച്ച് മാസത്തോടെ അവസാനിക്കും. അതിനുശേഷം ഇരു വിഭാഗവും വെടിനിർത്തൽ ചർച്ചകൾ വീണ്ടും ആരംഭിക്കുമോ എന്ന് പോലും അറിയില്ല. അതോ യുദ്ധം ആരംഭിക്കുമോ എന്നുള്ള കാര്യം പോലും ഇപ്പോഴും ചർച്ച ചെയ്യുന്ന അവസ്ഥയിൽ നിൽക്കുകയാണ്. എന്നാൽ യുദ്ധക്കെടുതിയിൽ ആയിരക്കണക്കിന് മനുഷ്യർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത്. ഇസ്രായേൽ സർക്കാരും ഗാസയിലെ ആരോഗ്യ മന്ത്രാലയവും UN ഏജൻസികളും ഇത് സംബന്ധിച്ച കണക്കുകൾ പുറത്തുവിട്ടിട്ടുണ്ട്. ഒക്ടോബർ 7 നടന്ന ആക്രമണത്തിൽ ഇസ്രായേലിൽ 1200 പേരാണ് കൊല്ലപ്പെട്ടത്. 251 പേരെ ഹമാസ് ബന്ദികളാക്കി ഗാസയിൽ എത്തിച്ചു. ഒക്ടോബർ 7 നടന്ന ആക്രമണത്തിന് മുൻപ് പിടിക്കപ്പെട്ടവർ ഉൾപ്പെടെ നിലവിൽ ഗാസയിൽ 73 ബന്ദികളാണ് അവശേഷിക്കുന്നത്. ഗാസയിൽ ബന്ദികളാക്കപ്പെട്ടവരിൽ 36 പേരെ കൊല്ലപ്പെട്ടതായി തന്നെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. അതേസമയം ഗാസയിൽ 48,200-ലധികം ഫലസ്തീൻ വംശജരും കൊല്ലപ്പെട്ടതായി തന്നെ കണക്കുകൾ സൂചിപ്പിക്കുന്നു. ഗാസയിലെ ആരോഗ്യ മന്ത്രാലയമാണ് ഈ കണക്കുകൾ പുറത്തുവിട്ടത്. കൊല്ലപ്പെട്ടവരിൽ പകുതിയിലേറെ സ്ത്രീകളും കുട്ടികളുമാണെന്നാണ് ആരോഗ്യ മന്ത്രാലയം പറഞ്ഞത്. ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ ഗാസയിൽ 1,11,600-ലേറെ ഫലസ്തീൻ വംശജർക്കാണ് ഗുരുതരമായി പരിക്കേറ്റത്. 2023 ഒക്ടോബർ 7 മുതൽ ഇതുവരെ 846 ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെട്ടുവെന്നും കണക്കുകൾ പറയുന്നു. ഇതിനോടകം തന്നെ ഗാസയിൽ നിന്ന് 10,000-ലേറെ റോക്കറ്റുകളാണ് ഇസ്രായേൽ ലക്ഷ്യമാക്കി പാഞ്ഞെടുത്തത്. അതേസമയം ഗാസയിലെ ജനസംഖ്യയുടെ 90% കുടിയിറക്കപ്പെട്ടിരുന്നുവെന്ന് റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട്.